പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, ഡെയിലി ഡെലിവറൻസിൻ്റെ ഈ അത്ഭുത പ്രാർത്ഥനയിലേക്ക് കർത്താവായ യേശു ക്രിസ്തു പരിശുദ്ധ കുർബാനയിൽ സത്യമായി എഴുന്നള്ളി വന്നിരിക്കുകയാണ്. പ്രിയപ്പെട്ട മക്കളെ, യേശു നാമത്തിലാണ് സാത്താൻ ബന്ധിക്കപ്പെടുന്നത്. യേശു നാമത്തിലാണ് തിന്മകൾ ബന്ധിക്കപ്പെടുന്നത്, കടങ്ങൾ ബന്ധിക്കപ്പെടുന്നത്, നാശകരമായ ജീവികൾ ബന്ധിക്കപ്പെടുന്നത്, ശത്രുക്കൾ ബന്ധിക്കപ്പെടുന്നത്, തടസ്സങ്ങൾ മാറ്റപ്പെടുന്നത് യേശു ക്രിസ്തുവിന്റെ നാമത്താലാണ്. പരിശുദ്ധ കുർബാനയിൽ ഈശോ സത്യമായിട്ടും എഴുന്നള്ളിയിരിക്കുകയാണ്. മക്കളെ, സ്വരമുയർത്തി പറഞ്ഞ്, കർത്താവായ ഈശോയെ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കല്യാണം കഴിക്കാൻ പ്രായമായിട്ടും പല മാതാപിതാക്കന്മാരുടെ വലിയ വേദനയാണ്. പ്രായമായി കല്യാണം ആലോചിക്കുമ്പോൾ ചില മക്കൾ പറയും, അമ്മേ എനിക്കിപ്പോൾ കല്യാണം വേണ്ട, അപ്പാ എനിക്ക് കല്യാണം വേണ്ട. അവരെ പറഞ്ഞ് അവരെ മനസ്സിലാക്കി കൊടുക്കാനാവാതെ മാതാപിതാക്കൾ തളർന്നു പോകുക. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയില്ല. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, പ്രായമായിട്ടും കല്യാണം നടക്കാത്ത എത്രയോ മക്കളുണ്ട്. ഒരു ജീവിത പങ്കാളിയെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന എത്രയോ മക്കളുണ്ട്. എത്രയോ പേരാണ് എന്നോട് വന്ന് പറഞ്ഞത്, അച്ഛാ കല്യാണം നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, കല്യാണം നടക്കാതെ വേദനിക്കുന്ന എത്രയോ പേരുണ്ട്. പ്രത്യേകിച്ച് ആണുങ്ങൾ 40, 45, 36, 37, 35, 31, 32, 27 മുതൽ കല്യാണ ആലോചനകളൊക്കെ തുടങ്ങിയിട്ടും ഇതേവരെ ആഗ്രഹിച്ച കല്യാണം നടക്കാത്തവർ, അതോടൊപ്പം തന്നെ തൻ്റേതല്ലാത്ത കാരണത്താൽ വിവാഹ ബന്ധങ്ങൾ വിട്ടുമാറി പുതിയൊരു ജീവിത പങ്കാളിയെ കിട്ടാൻ വേണ്ടി പരിശ്രമിച്ചിട്ടും കിട്ടാതെ വിഷമിക്കുന്നവർ, പ്രിയപ്പെട്ടവരെ, കുടുംബ തകർച്ചകൾ നേരിടുന്ന എത്രയോ യുവദമ്പതികളാണ്. കോടതിക്ക് പോലും അവരെ കൂട്ടിയോജിപ്പിക്കാൻ പറ്റുന്നില്ല. വൈദികര്, സന്യസ്തര്, ധ്യാന കേന്ദ്രങ്ങൾ ഒക്കെ പരിശ്രമിച്ചിട്ടും കൂട്ടിയോജിക്കാൻ പറ്റാത്ത വിധത്തിൽ അകന്നിരിക്കുന്ന ദമ്പതികൾ മദ്യപാനം മൂലം, കലഹം മൂലം, ദേഹോപദ്രവങ്ങൾ മൂലം, തെറ്റായ ബന്ധങ്ങൾ നിമിത്തം, അമിതമായ ജഡികാസക്തികൾ നിമിത്തം, പണവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ നിമിത്തം, അനാരോഗ്യകരമായ കാരണങ്ങൾ നിമിത്തം എത്രയോ കുടുംബങ്ങളാണ് തകർന്നുകൊണ്ടിരിക്കുന്നത്. എത്രയോ കുഞ്ഞുങ്ങളാണ് അപ്പം നഷ്ടപ്പെട്ട്, അമ്മ നഷ്ടപ്പെട്ട്. കഴിഞ്ഞ ദിവസം എനിക്ക് പരിചയമുള്ള ഒരു യുവാവിനെ കണ്ടുമുട്ടി. അപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു, നിന്റെ പെങ്ങളും ഭർത്താവും അച്ഛാ അവരകന്നിരിക്കുകയാണ്. ഞാൻ പറഞ്ഞടാ, എനിക്കൊരു അവസരം എന്താ, അവരെ ഒന്ന്, അച്ഛാ അതൊരു കാരണവശാലും ശരിയാകുമെന്ന് എനിക്ക് തോന്നണില്ല. കാരണം എൻ്റെ പെങ്ങള് അർത്ഥം മുറിച്ച് പറഞ്ഞു, ഇനി ഒരിക്കലും അവനെ വേണ്ട. അവരുടെ കുഞ്ഞ് അമ്മയോട് പറഞ്ഞു അത്രേ, അമ്മേ എനിക്ക് അപ്പനെ അമ്മയും വേണം, എനിക്ക് അപ്പനെ അമ്മയും വേണം. കുഞ്ഞ് 7 വയസ്സുള്ള കുഞ്ഞാ. ആ കുഞ്ഞ് പറഞ്ഞു, എനിക്ക് അപ്പനെ അമ്മനെയും വേണം. അപ്പോഴേ ആ അമ്മ പറഞ്ഞു, മോനെ അത് മാത്രം നീ പറയരുത്, അവരുടേതായ കാരണങ്ങൾ ഉണ്ടാകും. എങ്കിലും ഇത്തരത്തിൽ വിഭജിക്കപ്പെട്ടിരിക്കുന്ന കുടുംബങ്ങൾ, ഇങ്ങനെ വിഭജിക്കപ്പെട്ടത് മൂലം വേദനിക്കുന്ന കുഞ്ഞുമക്കള്, പ്രിയപ്പെട്ടവരെ, ഇതൊരു പൈശാചികമായ ആക്രമണമാണ്. മനുഷ്യന്റെ കണ്ണുകൾ കൊണ്ട് നോക്കിയാൽ അങ്ങനെ നന്നായിട്ട് പോയിരുന്ന പല കുടുംബങ്ങളും എന്തുകൊണ്ട് തകർന്നു എന്ന് ചിന്തിച്ചു പോകും. വിദേശങ്ങളിൽ നിന്ന് ഒരു മകൾ എന്നെ വിളിച്ച് നിലവിളിച്ചു, അച്ഛാ എൻ്റെ ഭർത്താവ് പെട്ടെന്ന് എന്താ കാരണമെന്ന് അറിയില്ല, അകന്നുപോയി. ഇത് അവർ തന്നെ പറഞ്ഞു, ഇത് പിശാചാണ് അച്ഛാ, എൻ്റെ വീട്ടിൽ പിശാച് കയറിയിരിക്കുന്നു, കലഹങ്ങൾ കയറിയിരിക്കുന്നു, ആകെ അസ്വസ്ഥതയാണ് അച്ഛാ. ഒരു സഹോദരി കഴിഞ്ഞ ദിവസം എന്നോട് വന്ന് പറഞ്ഞു, അച്ഛാ ഞാൻ വളരെയധികം വേദനിക്കുക, വളരെയധികം ബന്ധിക്കപ്പെട്ടിരിക്കുക. കാരണം എൻ്റെ മക്കൾ തമ്മിൽ ഭയങ്കര കലഹങ്ങളാണ്. അപ്പോഴ് അവർ കേട്ടിട്ടുണ്ട്, അമ്മ എന്ത് കാരണത്താലാണെങ്കിലും അപവർഷം ചെയ്തിട്ടുണ്ടോ, അങ്ങനെയെങ്കിൽ അമ്മ പോയി കുമ്പസാരിക്കണം. അപ്പോൾ ആ സഹോദരി
എൻ്റെ അടുത്ത് നേരെ വന്ന്, ഞങ്ങൾ പള്ളിയുടെ പുറത്ത് നിൽക്കുമ്പോൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അച്ഛാ ഞാൻ കുമ്പസാരിക്കാൻ വന്നിരിക്കുക. അപ്പോൾ കുമ്പസാര രഹസ്യമല്ല അച്ഛൻ പറയുന്നത്, പക്ഷെ അതിന് മുന്നോടിയായി ഇങ്ങനെ അവിടെ ഗ്രൗണ്ടിൽ വെച്ച് എന്നോട് പറഞ്ഞു, അച്ഛാ ഞാൻ ഇങ്ങനെ ഇതേപോലെ വേദനിക്കുന്നുണ്ട് ഈ കാരണത്താ. അപ്പം കലഹങ്ങൾ കടന്നു വരുന്നതിന് നമ്മൾ അറിഞ്ഞോ അറിയാതെ ചെയ്തു പോയ പാപങ്ങൾ കാരണമാകാം. കാരണം സാത്താന് അവസരം കൊടുത്തിട്ടുണ്ടാകാം. ആ സാത്താനെ ഇന്ന് ബന്ധിക്കുക. കുടുംബങ്ങൾ നേരിടുന്ന വെല്ലുവിളികൾ, മക്കൾ നേരിടുന്ന വെല്ലുവിളികൾ, സമ്പത്ത് നേരിടുന്ന വെല്ലുവിളികൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പരിശുദ്ധ കുർബാനയുടെ ശക്തിയാൽ അത്ഭുതകരമായിട്ട് വിട്ടുമാറട്ടെ. പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന വചനം ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 45-ാമത്തെ തിരുവചനമാണ്. വചനം ഇങ്ങനെയാണ്: വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്കവിധം അവരുടെ മനസ്സ് അവൻ തുറന്നു. ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥന നമ്മുടെ കുടുംബത്തിൻ്റെ മേലുള്ള എല്ലാ ബന്ധനങ്ങൾ വിട്ടുമാറാൻ കാരണമാകട്ടെ. പ്രിയപ്പെട്ട മക്കളെ, പരിശുദ്ധാത്മാവിനെ കിട്ടാൻ വേണ്ടി സ്തുതിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ദിവ്യകാരുണ്യത്തെ നോക്കി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ കുർബാനയിൽ നിന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കുടുംബങ്ങളിൽ വന്ന് നിറയട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. സർവശക്തനും പിതാവുമായ ദൈവത്തിൻ്റെ നാമത്തിലും പുത്രനും കർത്താവുമായ ഈശോമിശിഹായുടെ നാമത്തിലും ജീവദായകനായ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടുകൂടെ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും വിശുദ്ധ ഔസേപ്പിൻ്റെയും മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലിൻ്റെയും മറ്റെല്ലാ മാലാഖമാരുടെയും വിശുദ്ധരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും മധ്യസ്ഥതയിൽ ആശ്രയിച്ചുകൊണ്ട് ഈ ദേവമാത കത്തീഡ്രൽ ദേവാലയത്തിൽ ബലിയർപ്പിക്കപ്പെട്ടുള്ള വിശുദ്ധരായ ഇറ്റാലിയൻ മിഷണറിമാരുടെ ചൈതന്യത്തോട് ചേർന്ന് ഈ മക്കളെ ബാധിച്ചിരിക്കുന്ന എല്ലാ അന്ധകാര ശക്തികളോടും എല്ലാ തിന്മയുടെ ആധിപത്യങ്ങളോടും ഞാൻ ആജ്ഞാപിക്കുന്നു, ഞാൻ കൽപ്പിക്കുന്നു. പൈശാചിക ശക്തികളെ, നാരിക ശക്തികളെ, തിന്മയുടെ ആധിപത്യങ്ങളെ ഈ മക്കളുടെ ജീവിതത്തിൽ ആദിവ്യാധികളും പീഡകളും ആപത്തുകളും അപകടങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും പാപവാസനകൾ ഉണ്ടാക്കുന്ന എല്ലാ ശക്തികളെ, സ്വാധീനങ്ങളെ, മന്ത്രവാദങ്ങളെ, കൂടോത്രങ്ങളെ, സർപ്പങ്ങളെ, അശുദ്ധാത്മാക്കളെ, ശാപങ്ങളെ, കൈവശങ്ങളെ കർത്താവായ യേശുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൻ്റെ ശക്തി, ദിവ്യകാരുണ്യത്തിൻ്റെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് ഞാൻ നിങ്ങളെ ബന്ധിച്ച് നിർവീര്യമാക്കി കർത്താവിൻ്റെ കുരിശിൻ്റെ പാദങ്ങളിലേക്ക് ആട്ടിപ്പായിക്കുന്നു. ഇനിമേലിൽ ഈ മക്കളുടെ ജീവിതത്തിൽ വന്നു പോകരുതെന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ബന്ധിക്കുന്നു, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു. സ്തുതിച്ച മക്കളെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്ഭുതകരമായ ഡെലിവറൻസ് നടക്കട്ടെ, അത്ഭുതകരമായ ഹീലിംഗ് നടക്കട്ടെ. ബാധകള്, തിന്മകള്, രോഗങ്ങള്, ആകുലതകള്, അസ്വസ്ഥതകള് യേശുനാമത്തിൽ വിട്ടുമാറട്ടെ.